ഇന്നത്തെ പുതിയ പ്രൊഡക്റ്റ് QLൻ്റെ ഐഫോൺ 14 സീരീസ് വരുന്ന മദർ ബോർഡ് റീബോൾ ചെയ്യുന്ന സ്റ്റെൻസിലാണ് കേട്ടോ. 14 പ്ലസ്, 14 പ്രോ, 14 പ്രോ മാക്സ് ആ മോഡലൊക്കെ ഒറ്റ സ്റ്റെൻസിൽ തന്നെ വരുന്നുണ്ട്. സാധാരണ ഏറ്റവും കൂടുതൽ പോകുന്ന ടൈപ്പ് സ്റ്റെൻസിൽ എന്ന് വെച്ചാൽ കൂടുതൽ വർക്ക് എടുക്കുന്ന ആൾക്കാർ മാത്രമേ ഈ സ്റ്റെൻസിൽ വാങ്ങാറുള്ളൂ. മറ്റേത് ഒന്നായിട്ട് യൂണിവേഴ്സലായിട്ട് തന്നെ ഒരു സെറ്റ് തന്നെ മൊത്തം വരുന്നതാണ് അധികം ആൾക്കാർ കൊണ്ടുപോകും. പക്ഷേ സെപ്പറേറ്റ് കൂടുതൽ ബോർഡ് ചെയ്യുന്നവർക്ക് ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. റീബോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവും. ഇതിപ്പോൾ എക്സ് സീരീസിൻ്റെ വേറെ, 11 സീരീസിൻ്റെ വേറെ, 12 സീരീസിൻ്റെ വേറെ, അങ്ങനെ ആയിട്ടാണ് ഈ മോഡൽ സ്റ്റെൻസിൽ വരുന്നത്. അതേമാതിരി 14 സീരീസിൻ്റെ മാത്രമായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ടൈപ്പ് സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാർ തന്നെ വാങ്ങുള്ളൂ. അപ്പോൾ അതിനായിട്ട് പുതിയതായിട്ട് പറഞ്ഞതാണ്. ഇതിൽ ആകെ സാധാരണ സെപ്പറേറ്റ് ഇങ്ങനെ വരുന്നതിൽ സ്റ്റെൻസിൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി ആ ഒരു സ്റ്റെൻസിൽ തന്നെ എല്ലാം കൊള്ളിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ 14ഉം 14 പ്ലസും 14 പ്രോവും 14 പ്രോ മാക്സും 4 സീരീസ് ഒറ്റ സ്റ്റെൻസിൽ തന്നെ കൊള്ളിച്ചിട്ടുണ്ട്. ഒരു പുതിയ ടെക്നിക്കാണ്. അത്യാവശ്യം നല്ല മാഗ്നറ്റ് പവറൊക്കെ ഉള്ള ടൈപ്പാണ് ഇത്. എന്താ പറയുക, ആ ഫ്രെയിമിൻ്റെ മുകളിൽ സ്റ്റെൻസിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പിന്നെ ഒരു മോൾഡും കൂടി വെക്കാനുണ്ട്. സാധാരണ അങ്ങനെ വെക്കാനുള്ള മോൾഡ് ഈ യൂണിവേഴ്സലായിട്ട് വരുന്നതിൽ ഉണ്ടാവലില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. സെറ്റ് കംപ്ലൈൻ്റ് ആയി വരാനിപ്പോൾ ഏകദേശം ഒരു കൊല്ലം എന്തായാലും കഴിയും. ഇനി എന്തെങ്കിലും ബൈ ചാൻസ് വേറെ എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞെങ്കിൽ ഈ 14 സീരീസൊക്കെ ഈ അടുത്ത കാലത്ത് സർവീസിന് എത്തുകയുള്ളൂ. ഇതൊരു എന്താ പറയുക, ഒരു കല്ല് മാതിരിയുള്ള സാധനം കേട്ടോ. സാധാരണ മെറ്റലൊന്നുമല്ല. മെറ്റലൊക്കെ വന്നാൽ ഇത് പെട്ടെന്ന് ചൂടാവും. ഇവരാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റെൻസിൽ ഇറക്കൽ, QLൻ്റെ സാധനം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ അങ്ങോട്ട് വരുത്തുകയുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത് ഏതൊരു സ്റ്റെൻസിൽ ഇറങ്ങിയ ഒരു മെക്കാനിക്ക് മൊത്തം യൂണിവേഴ്സലായിട്ട് സ്റ്റെൻസിലൊക്കെ ഇറക്കിയിരുന്നു. പക്ഷേ അതിൽ ഏതോ 11 പ്രോ ഒന്നും അതിൽ കറക്റ്റായിട്ട് ചെയ്ത് കിട്ടുന്നില്ല എന്ന് കസ്റ്റമർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മോൾ ഭാഗത്ത് 14 പ്രോ 14 പ്രോ മാക്സ് വരുന്നുണ്ട്. അടിഭാഗത്ത് വരുന്നതിൽ 14ഉം 14 പ്ലസ്. നല്ല മാഗ്നറ്റുമാണ്. സ്റ്റെൻസിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ബ്ലാക്ക് കളറായി വരുന്ന ആ മെറ്റൽ ഫ്രെയിം. കാന്തം നല്ല പവറാണ് കേട്ടോ. പക്ഷേ ഇതിൽ റീബോൾ ചെയ്ത കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. രണ്ടാമത് പ്രാവശ്യം ചെയ്യേണ്ടി വരില്ല. സ്ഥിരമായിട്ട് ഈ മോഡൽ വരുന്ന സമയത്ത് വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഈ ടൈപ്പ് സ്റ്റെൻസ് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ആദ്യം തന്നെ വാങ്ങിക്കാളും. അവർ ഈ ടൈപ്പ് തന്നെ വെച്ച് ചെയ്യുള്ളൂ. ശരിക്കും ഇതിൻ്റെ മുന്നേ വന്ന മോഡലൊക്കെ സെപ്പറേറ്റ് സ്റ്റെൻസിൽ വന്നിരുന്നു.